എന്നെ പെണ്ണ് കാണാൻ വന്ന ദിവസം ജയറാമിന്റെ ഫാമിലിയോട് കൂടെ ഇവിടും തള്ളിപ്പിടിച്ച് വന്നു. നാട്ടു നടപ്പനുസരിച്ച് മാമ പെൺകുട്ടിയോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേ ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കയറി വന്നേക്കണ്. എന്നിട്ട് എക്സ് ബോയ് ഫ്രണ്ട് എന്ത് ചെയ്യുന്നു? എക്സാ? എനിക്ക് എക്സ് ഒന്നുമില്ല. പുഴയിൽ കുളിക്കുമ്പോ ഒരു മുതല വന്നാ എന്ത് ചെയ്യും? കേറി ഓടും. അപ്പൊ കരയിൽ ഒരു ആന നിന്നാലോ? അത് കര നിറഞ്ഞു നിൽക്കൂലല്ലോ, ഇല്ലാത്ത വശത്തോടെ ഓടും. സ്മാർട്ട്. ഇത് ഫിക്സ്. അവ ഒരു പാവമാണ്. കൊച്ചില് മുതലേ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ മാത്രമാണ്. ശ്രേയ അവനെ പൊന്നുപോലെ നോക്കുന്നുള്ള വിശ്വാസത്തില് ഞാൻ ഈ കല്യാണത്തിന് സമ്മതം കൊടുക്കുകയാണ്. അവളാര് സമ്മതം കൊടുക്കേ? അയ്യോ കഴിഞ്ഞില്ല. ഇവളുടെ ഇന്റർവ്യൂ കഴിഞ്ഞ് ജയറാം വരുമെന്ന് വിചാരിച്ചപ്പോ ജയറാം എന്നെ പറഞ്ഞ് ആര്യ സംസാരിച്ച ഞാൻ സംസാരിച്ച പോലെയാണ്. ഇപ്പൊ തന്നെ വേണ്ടാന്ന് പറഞ്ഞിടായിരുന്ന ഈ കല്യാണം. കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് ആയപ്പോഴേ ഞാൻ ഈ അപകടം മനസ്സിലാക്കണത്. എന്ത്? അവളും കയറി വന്നാ? അവള് കേറി വന്നിരുന്നെങ്കിൽ പോലും ഞാൻ ക്ഷമിച്ചേനെ. പക്ഷെ ഇത് ഒരു മിനിറ്റ്. എടാ പിന്നെ നമ്മൾ പ്ലാൻ ചെയ്ത ഓർമ്മയുണ്ടല്ലോ, അടുത്ത 2 വർഷത്തേക്ക് കുട്ടികൾ വേണ്ട. ഓക്കെ ഓക്കെ. ബൈ ബൈ ശ്രേയ. ഇങ്ങോട്ട് വരട്ട്. പെണ്ണ് കാണലിനെ ഞാൻ ഓങ്ങി വെച്ചതാണ് അവളെ.